സ്വർണം ആകർഷകമായ ഒരു ലോകമാണ്. എല്ലാവരും ആഭരണം ആയിട്ട് ധരിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താല്പര്യവുമുണ്ട്. പക്ഷെ അതൊരു അപകടകരമായ നിലയിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം 1,10,000 അതിന് മേലോ ഉണ്ട് ഒരു പവന് തന്നെ. അതായത് സ്വർണത്തിന് അതിന്റെ പണിക്കൂലി ഉൾപ്പെടെ ആഭരണമാകുമ്പോൾ അതിന്റെ ഒരു 20% കൂടി റേറ്റ് കൂടും. അപ്പൊ ആ നിലയ്ക്കുള്ള വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ മൂല്യമുള്ള വസ്തു തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതൊരു 3 മണിക്കൂർ 6 മണി മുതൽ 9 മണി വരെ ഉള്ള സമയത്തിനുള്ളിൽ പള്ളിയിൽ പോയ ഒരു ഇടവേളയിലാണ് ഈ കാട്ടാക്കട ഷൈൻ കുമാർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ഈ സ്വർണമൊക്കെ ഇത്രമാത്രം വിലപിടിപ്പുള്ള സ്വർണം വീട്ടിൽ സൂക്ഷിക്കുക എന്നുള്ളത് അത് എത്രമാത്രം ശരിയാണ്. ആളുകൾ എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് അത് വീട്ടിലോ വീട്ടിലെ ബെഡ്റൂമിലെ അലമാരിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഷെൽഫിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡെപ്പികളിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു വസ്തു കൂടിയാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കൂടുതലുമാണ്. അപ്പൊ അങ്ങനെ വരും. പക്ഷേ ഈ നമ്മളുടെ സാധാരണ വീടുകള് ലക്ഷങ്ങൾ മുടക്കി വീടും പണിയും, ലക്ഷങ്ങൾ മുടക്കി ആ വീടിന്റെ മുൻവശത്തെ വാതിലും പണിയും. പക്ഷേ അതിന്റെ സൈഡിലുള്ള വാതിലിന് വേണ്ടി പൈസ മുടക്കാൻ നമ്മൾ ചിലപ്പോൾ അത് മടിക്കും. കാരണം സുരക്ഷിതത്വമാണ് ഇവിടെ. ബലക്ഷയം അല്ലെങ്കിൽ ബലമുള്ള ഡോറുകൾ പണിയുക എന്നുള്ളതും ഒരു ആവശ്യമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നോട്ടപ്പെശകുകളുണ്ട്. അതുപോലെ തന്നെ ലോക്കറിൽ സൂക്ഷിക്കേണ്ട സ്വർണം നമ്മൾ ലോക്കറിൽ സൂക്ഷിച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കുക എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇവിടെ ഈ സംഭവത്തില് വള, മോതിരം, നെക്ലേസ് തുടങ്ങിയ ആഭരണങ്ങളാണ് പോയിരിക്കുന്നത്. അപ്പോ ഈ 3 മണിക്കൂറിനുള്ളിൽ മോഷണം നടക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ നീക്കങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം ക്രിസ്മസ് വരികയാണ്, ഇവർ കുടുംബസഹിതം പള്ളിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകുന്ന വേളയിൽ തന്നെ അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇയാളുടെ സഹോദരിയുടെ സ്വർണം കൂടിയോ സഹോദരന്റെയോ ഒരാളുടെ സ്വർണം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ സൂക്ഷ്മമായിട്ട് അറിയാമായിരിക്കാം. ഈ വീട്ടുകാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ സ്വർണത്തിന്റെ വില കൂടുമ്പം ഒരുപാട് കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് ശരിക്കുള്ള ഒരു മോഷണമാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഈ സംഭവത്തിൽ എനിക്ക് തോന്നുന്നു ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് പിന്നെ അതുപോലുള്ള ശാസ്ത്രീയമായിട്ടുള്ള മറ്റന്വേഷണങ്ങൾ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി വിച്ഛേദിച്ചു സൂരി മാറ്റി എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം അവിടുന്ന് ഫിംഗർ പ്രിന്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ അലമാരിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ബെഡ്റൂമിലുള്ള അലമാരിയിൽ നിന്നാണ് ഇത് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ലൈറ്റ് ഇരുട്ടിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ പോയതോ അല്ലാതെയോ തിരിച്ചാരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കള്ളനെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു ഭാഗം കൂടിയാണത്. കാരണം തിരിച്ചറിയാൻ പറ്റാതിരിക്കാൻ. ചോദിച്ചോട്ടെ, ഈ ഒരു നമുക്കറിയാം സാധാരണ മോഷണങ്ങളിലൊക്കെ ഒരു കൃത്യം എപ്പോഴും നടത്തുന്ന ഒരു മോഷ്ടാവാണോ അതോ തുടക്കത്തിലുണ്ടാകുന്ന ആ ഒരു രീതിയിലേക്ക് കള്ളനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? കാരണം ഒരു രീതികൾ ഓരോ കള്ളന്മാരും ഫോളോ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, അത് മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. കാരണം ഇത് ആ പരിസര പ്രദേശത്തുള്ള പതിവ് കള്ളന്മാരിൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിക്കും. ഇത് ഒരു ആദ്യം വന്ന കള്ളനാണെന്നും നമുക്ക് കരുതാൻ പറ്റില്ല. പിന്നെ അവിടെ കടബാധ്യതയുള്ള ആൾക്കാർ കാണും. ഇപ്പം 60 പവന്റെ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് ബാധ്യതയുള്ള ആളുകൾക്ക് ബാധ്യത തീർക്കുക, അതോടൊപ്പം കുറച്ച് കാശ് കൈവശം വെക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്. കാരണം ഒരു ചെറിയ ഡോറിന് അപ്പുറത്താണ് ഈ 60 ലക്ഷം അല്ലെ 70 ലക്ഷം രൂപ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലുള്ള ആളുകളെ അത് പ്രേരിപ്പിക്കും, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കാനായിട്ട് പ്രേരിപ്പിക്കും. എന്നാലും പതിവ് കുറ്റക്കാരുണ്ട് അവിടെയെല്ലാം. പതിവ് കള്ളന്മാരാ പരിസരത്ത് കാണും. ഇവരെ തിരിച്ചറിയുന്ന ആളുകൾ മാത്രമേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വരാൻ പറ്റൂ. പിന്നെ അവർ വന്നിരിക്കുന്ന CCTV പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം. അങ്ങനെയുള്ള രീതിയിലേക്ക് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടും. ശക്തമായ ഒരു അന്വേഷണമാണ് എങ്കിൽ. അതുപോലെ തന്നെ സ്വർണ്ണക്കടകളിലും അതുപോലെ തന്നെ സ്വർണം പണയം വയ്ക്കുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ വിവരം ധരിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇട്ടിട്ടുള്ള സ്വർണ്ണമാണെങ്കിൽ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ശക്തമായി ഇപ്പൊ ഡിവൈഎസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പതിവ് കുറ്റക്കാര് പരിസരത്തുള്ള കുറ്റവാസനയുള്ള ചെറിയ കള്ളന്മാര് പോലും ചിലപ്പോൾ അവർക്ക് ഇത് പ്രേരണയാവും. കാരണം
ഇവര് സ്ഥലത്തില്ല എന്നും അവർ തീർച്ചയായിട്ടും പള്ളിയിലേക്ക് പോകുന്നത് കണ്ടതുമായിരിക്കും ചിലപ്പോൾ. ആ കണ്ട ആളുകളായിരിക്കാം ചിലപ്പം. അതല്ലെങ്കിൽ നേരെ മുൻകൂട്ടി ക്രിസ്മസ് വരുന്നുണ്ട്, ഇവര് പള്ളിയിൽ പോകാൻ, കുടുംബമായിട്ട് പള്ളിയിൽ പോകാൻ സാധ്യതയുണ്ട്, ഇവരുടെ വീട്ടിൽ സ്വർണ്ണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇവർ കഴിഞ്ഞ ചടങ്ങുകൾക്കൊക്കെ സ്വർണം ധരിച്ചു പോകുന്നതും, അതുപോലെ തന്നെ സ്ത്രീകൾ തമ്മിൽ പറഞ്ഞുമൊക്കെ സ്വർണ്ണം ഇവരുടെ വീട്ടിൽ 10-60 ഉണ്ടെന്നുള്ളത് പരിസരത്തുള്ള, ഇത് ഗ്രാമപ്രദേശമാണ്, പരിസരത്തുള്ളവർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ആ രീതിയിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ പോലീസിന് നിഷ്പ്രയാസം പിടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിപ്പോ ഈ സംഭവം ഒരു താക്കീതായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം സ്വർണ്ണം കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് സ്ത്രീകളും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും, ഇപ്പൊ നടന്നു പോകുന്ന ആളുകൾക്കാണെങ്കിലും ഒരു 5 പവന്റെ മാല ധരിച്ചിട്ട് 5 ലക്ഷം രൂപ അല്ലെ 6 ലക്ഷം രൂപയാണ് അതില് കഴുത്തിലോ അല്ലെങ്കിൽ വളയിലോ ഉള്ളത്. അപ്പം ജീവൻ പോലും അപകടത്തിലേക്ക് വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും സാർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഇത്രയധികം സ്വർണമൊക്കെ കയ്യിൽ കരുതുക എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്കും കൂടിയുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നല്ലേ? കാരണം സ്വർണത്തിന് ഇത്ര വില കുതിച്ചുയരുമ്പോൾ ഒരു ചെറിയ സ്വർണം പോലും ഇട്ടുകൊണ്ട് നടക്കാൻ ആളുകൾ ഭയപ്പെടുന്ന സമയത്താണ് ഇത്രയധികം പവൻ സ്വർണം വീടുകളിൽ സൂക്ഷിക്കുന്നത്. മാത്രമല്ല ഈ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ അവരവർ സ്വന്തം ഒന്ന് ജാഗ്രത പാലിക്കേണ്ടേ? കാരണം ഈ ഒരു മോഷണം ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ലല്ലോ. കാരണം കാലാന്തരമായിട്ട് ഇത് നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവരുടെ പരിസരമൊക്കെ കൃത്യമായി അറിയുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇത്തരത്തിൽ മോഷണം നടത്താൻ. അതെ, അങ്ങനെ തന്നെയാണ്. നമ്മളുടെ സ്ത്രീകളില് പലരും ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മൾ തന്നെ പലപ്പോഴും സഞ്ചരിക്കുമ്പം 10-15 പവനുള്ള, അതായത് വെറുതെ പോകുന്ന യാത്രയിൽ പോലും 10 പവനിലൊക്കെ കുറയാത്ത രീതിയിലുള്ള സ്വർണം കഴുത്തിലും കയ്യിലും ഒക്കെ ധരിച്ചു പോകുന്ന സ്ത്രീകളെ നമ്മൾ ഇപ്പോഴും കാണാറുണ്ട്. കാരണം അതൊന്നും ഒരിക്കലും അത് സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവരെന്തിനാണ് ഇതിപ്പോ സ്വർണ്ണം എടുത്ത് പുറത്തു വെച്ചത്? ലോക്കറിൽ സ്ഥിരമായിട്ട് വെക്കുന്നതാണോ, അതോ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അത് പോലീസ് കണ്ടെത്തുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ പോലീസ് അന്വേഷണത്തിന് പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ജില്ലാ പോലീസ് സൂപ്രണ്ട് പോലും ആണെങ്കിൽ സുദർശനൊക്കെ നല്ലവണ്ണം കേസന്വേഷണം, അത് ഈ മോഷണം പോലുള്ള ഈ രീതിയിലുള്ള കേസുകളെ പറ്റി കൃത്യമായ ധാരണയുള്ള ഓഫീസറാണ്. അപ്പൊ അത് കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു. മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴായി കേരളത്തിൽ ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന മോഷണങ്ങളൊക്കെ നമുക്കറിയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറുവാ സംഘം പോലെയുള്ള സംഘങ്ങളൊക്കെ വന്ന് വലിയ തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ഇത് ഇപ്പോൾ സ്വർണത്തിനൊക്കെ ഇത്ര വില കൂടി നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയുക, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം അത് തന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വർണമൊക്കെ സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ ആയുധങ്ങളൊക്കെ ആയി വരുന്ന മോഷ്ടാക്കളും ഉണ്ടല്ലോ ഈ കൂട്ടത്തിലല്ലേ? തീർച്ചയായിട്ടും അപായപ്പെടുത്തി പോകുന്ന സംഘമുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കുറുവാ സംഘം പല സ്ഥലങ്ങളിലും അത് സംഭരിച്ചു തന്നെയാണ് അവരെ ചെയ്യുന്നത്. പക്ഷെ ഈ കേസില് അങ്ങനെ ഒരു സംഘമാണ് എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പുറത്തു നിന്നുള്ള ഒരു കള്ളന്മാരാണെന്നുള്ളത് കരുതേണ്ടതില്ല. കാരണം ഇവരുടെ ഒരു ഷോർട്ട് ടൈമിലുള്ള ആബ്സെൻസിലാണ് അവിടെ വരുന്നത്. പിന്നെ അവരുടെ സ്വർണ്ണമുണ്ടെന്നുള്ള അവരുടെ ഒരു അറിവ് ഈ വ്യക്തികളെ പറ്റി, ഈ കുടുംബത്തിനെ പറ്റി, അങ്ങനെയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രാദേശികമായിട്ടുള്ള കള്ളന്മാർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. കള്ളന്മാരായിരിക്കണമെന്നില്ല, കളവ് ശീലമുള്ളത്. ഇപ്പം സ്വർണം കട്ടവര് തന്നെ ആയിരിക്കണമെന്നില്ല, കാശിന് അത്യാവശ്യമുള്ളവരും ഇതിലേക്ക് പ്രേരിപ്പിച്ച് വരാമെന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.